ധാർമ്മിക വിദ്യാഭ്യാസം, മതപരമായിരിക്കുന്ന വിദ്യാഭ്യാസം കൂടി നമുക്ക് കൊടുക്കാൻ കഴിയണം. ആ വിദ്യാഭ്യാസം കൊടുക്കുന്ന വിഷയത്തിൽ നമ്മൾ പിന്നോട്ട് പോയാൽ ഈ മക്കളെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കണ്ട. അപ്പൊ മയ്യത്ത് കുളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാരാ ചില ആൾക്ക് അല്ലേ? സാധാരണ മയ്യത്ത് കുളിപ്പിക്കാൻ എന്തോ ഭാരമുണ്ടോ? ഒരു ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ എങ്ങനെയാണോ കുളിപ്പിക്കുക അതേ രൂപത്തിൽ തന്നെ മയ്യത്ത് കുളിപ്പിക്കാം. അതിൽ ഒറ്റയാക്കണം, കുറച്ച് സാധനങ്ങൾ കുടയാനുണ്ട് എന്നതല്ലാതെ അത് വലിയ വിഷയമാക്കി മാറ്റിയിട്ട് എന്റെ ഭാര്യ മരിച്ചാൽ എന്റെ മോളതിനുള്ളിലേക്ക് കയറണം. അത് കയറണമെങ്കിൽ ഈ കുട്ടിക്ക് ഒരു ധൈര്യം നമ്മൾ കൊടുക്കണം. ഈ ധൈര്യം എവിടെ നിന്നാ കിട്ടുക? BA സോഷ്യോളജി, BCom ഫൈനാൻസ് ഇത് പഠിക്കുന്ന കുട്ടിക്ക് ഇതിനുള്ള കോച്ചിങ് കിട്ടുമോ? ഇല്ല. എന്നാലോ ഇതേ രൂപത്തിലുള്ള മതപരമായ ക്ലാസ്സുകളിൽ, സംഘടനാ പരിപാടികളിൽ പങ്കെടുപ്പിച്ച് ഈ കുട്ടികൾക്ക് മതപരമായിരിക്കുന്ന ബോധം കൊടുത്തെങ്കിൽ മാത്രമേ ഈ മക്കൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും നോ എന്ന് പറയേണ്ട സ്ഥലത്ത് നോ എന്ന് അവർ പറയുള്ളൂ. അങ്ങനെ പറയുള്ളൂ. അതിനെന്താ വേണ്ടി? ഈ മക്കളെ ആ വഴിയിലേക്ക് നമ്മൾ കൊണ്ടുപോകുക. അപ്പോ എന്റെ വീട്ടിൽ ഒരു സാമൂഹ്യ അന്തരീക്ഷം ഉണ്ടാക്കുകയും മതപരമായിരിക്കുന്ന ഒരു ബോധം ഉണ്ടാക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഈ മക്കളിൽ നമുക്ക് വലിയ ഒരു പ്രതീക്ഷ ഉണ്ടാവുകയും ഈ മക്കളെ നമുക്ക് പിടിച്ചേർത്ത് കിട്ടുകയും ഏറ്റവും നല്ല മക്കളായിട്ട് ആ മക്കൾ വളർന്നു വലുതാവുകയും ചെയ്യും.